ഏറ്റവും അതിക്രൂരമായ കറുത്ത വംശജരെയും ലാറ്റിനോസിനെയും എതിരായ എൻഫോഴ്സ്ഡ് കോയേഴ്സീവായ അടിമ വ്യവസ്ഥ നിലനിന്നിരുന്ന രാജ്യമാണ് അമേരിക്ക. പക്ഷേ ഈ വെള്ള അടിമ ഉടമകളുടെ വീട്ടിൽ പാചകം ചെയ്യുന്നത് കറുത്തവരാണ്. വെള്ളക്കാരുടെ മക്കൾക്ക് മുലയൂട്ടിയിരുന്നത് കറുത്ത സ്ത്രീകളാണ്. നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ 3000 കൊല്ലത്തിനും ഇടയിൽ ഏതെങ്കിലും ഒരു ബ്രാഹ്മണന്റെ മകനെ ബ്രാഹ്മണന്റെ കുട്ടിക്ക് മുലയൂട്ടുന്ന ഒരു പുലയ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരുപാട് പുസ്തകങ്ങൾ ഈ അടിമകളുടെ ജീവിതത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. കാരണം ഈ അടിമ സ്ത്രീകൾ വീടിന്റെ മുൻവശത്തോടെ പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. വീടിന്റെ പുറകിലൂടെ അവർ വരുമ്പോൾ അവരുടെ സ്കൂളിൽ അയക്കാത്ത കുഞ്ഞുങ്ങളെയും കൂട്ടിയാണ് വരുന്നത്. വെള്ളക്കാരുടെ മക്കളും ഈ കറുത്ത അടിമകളുടെ മക്കളും കളിച്ചു വളരുകയാണ് ചെയ്യുന്നത്. യാദൃച്ഛികമായി ഭയങ്കര ഗാഠബന്ധങ്ങൾ ഉണ്ടാകാം. അവർ വളരുമ്പോൾ ഞങ്ങൾ സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണെന്ന് ബോധമുണ്ടാകാം. 1948 സൗത്ത് ആഫ്രിക്കയിൽ 40 വർഷം 45-50 വർഷം നീണ്ടുനിന്ന ലോകത്തിലെ ഏറ്റവും കിരാതമായ ഒരു ഒപ്രസീവ് സിസ്റ്റമാണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ന്യൂനപക്ഷം ആഫ്രിക്കയിലെ മഹാഭൂരിപക്ഷത്തെ അടിച്ചമർത്തിയിരുന്നത്. 48 വലിയ സായുധ കലാപം സൗത്ത് ആഫ്രിക്കയിലെ തദ്ദേശവാസികൾ പുറപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു കറുത്ത വെള്ളക്കാരിയുടെ വീട്ടിൽ നിന്ന് അവര് ഈ സായുധ കലാപം ഭയന്ന് പലായനം ചെയ്യാൻ പോവുകയാണ്. അവരുടെ വീട്ടിൽ അവർക്കൊരു ജോലിക്കാരനുണ്ട്, ഒരു കറുത്തവൻ. പക്ഷെ അവർക്ക് ഈ കറുത്ത മനുഷ്യനെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അവരെടുത്ത് വളർത്തിയതാണ്. ഈ കുട്ടിയെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വരുന്നില്ല. അവനെയും കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഏതെങ്കിലും ഇന്ത്യയുടെ കഴിഞ്ഞ 3000-4000 കൊല്ലത്തിനിടയിൽ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഒരു ചമറിനെയോ ഈഴവനെയോ പുലയനെയോ നമ്മൾ ആരും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു പുലയക്കുട്ടിയുമായി തോളിലേന്തി ഓടി രക്ഷപ്പെടുന്ന ഒരു ബ്രാഹ്മണനെയും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇത്രത്തോളം സോഷ്യൽ സയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാറ്റഗറൈസേഷനാണ് ഈ അംബേദ്കർ പറഞ്ഞു. കാരണം ഇന്ത്യയില് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, കാരണം ഈ ഗ്രീസിൽ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ വലിയ തത്വചിന്തകരായിരിക്കുമ്പോൾ പോലും അവർ അടിമകളെയും സ്ത്രീകളെയും വിദേശികളെയും അംഗീകരിച്ചിട്ടില്ല. അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള സിറ്റിസൺസ് റൈറ്റ്സ് ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഒരു കോമൺ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആശയം അവർക്കുണ്ടായിരുന്നു. ഈ കറുത്തവര് പ്രാചീന ഈജിപ്തിലും മെസപ്പൊട്ടോമിയയിലും സുമേറിയയിലും ജപ്പാനിലും ചൈനയിലും ഒക്കെ പലതരം വിവേചനങ്ങളും അസമത്വങ്ങളും ഉണ്ടായിരുന്നപ്പോൾ പോലും എല്ലാ മനുഷ്യരും കോമൺ ഹ്യൂമാനിറ്റിയിൽപ്പെട്ടവരാണ് എന്ന ഒരു മിനിമം ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ബ്രാഹ്മണ ക്ഷത്രിയ ബനിയമാർ ബിലോങ് ടു മനുഷ്യർ. കാരണം മനുഷ്യർ എന്ന വാക്ക് വാസ്തവത്തിൽ സംസ്കൃതത്തിൽ ഹോമോസാപ്പിയൻസ്, ഹ്യൂമൻ എന്ന വാക്കിന് സമാനമായ ഒരു വാക്ക് പോലുമില്ല. മനുവിന്റെ പിന്മുറക്കാർ എന്ന അർത്ഥത്തിലാണ് സംസ്കൃതത്തിലെ മനുഷ്യർ എന്ന വാക്ക് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ വേദങ്ങൾ തൊട്ട് മനുസ്മൃതി വരെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ക്ലാസിഫിക്കേഷൻ എന്നത് ബ്രാഹ്മണ ക്ഷത്രിയ ബനിയമാർ എന്നത് മനുഷ്യവംശം, ശൂദ്രര്, അവർണര്, ചണ്ടാള്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തിയിരുന്ന ക്ലാസ് കാറ്റഗറി എന്ന് പറയുന്നത് കോവർ കഴുത, പട്ടി, പൂച്ച, പുഴു, ശൂദ്രര്, ഈ വിഭാഗത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ഹ്യൂമാനിറ്റി, കോമൺ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സങ്കല്പം പോലും ഇല്ലാത്ത ഒരു രാജ്യം ലോകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ്.